ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അലീനയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഔതക്കുട്ടീനാണ്. അങ്ങനെ ഔതക്കുട്ടി പറയുകയാണ്, മോളെ പോട്ടെ, സാരമില്ല, നമുക്ക് അവനെ മാറ്റിയെടുക്കാനൊക്കെ നോക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലീന പറയുന്നുണ്ട്, പിന്നെ കുറെ കറുത്ത പട്ടികളുടെ കൂടെ ഒരു വെളുത്ത പട്ടി. ഞാൻ അങ്ങനെയല്ല ഇവിടെ ജീവിക്കുന്നത്, എന്നെ പറഞ്ഞു വിട്ടേരെ. എന്നെ എന്തിനിവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നതാ? വല്ല പ്രയോജനമുണ്ടോ? ഒരാവശ്യമില്ല. ചുമ്മാ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആവുതക്കുട്ടി ഒരൊറ്റ ചിരി ചിരിച്ചിട്ട് ദേ ഇങ്ങനെ തന്നെയായിരുന്നു. ദേ എന്റെ ചിന്നമ്മയുണ്ടല്ലോ, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിച്ചു വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൊട്ടത്തരവും തമാശയും ഒക്കെ അങ്ങ് എടുത്തിടും. ഓ, അതേപോലെ തന്നെ അടി നീ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ തമാശയും പൊട്ടത്തരവും ഒന്നും പറഞ്ഞല്ലോ, ഞാനൊരു സത്യമല്ലേ പറഞ്ഞത്. വെറുതെ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ പറയുന്ന കേൾക്കുന്നുമില്ല, ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ല, എനിക്കിവിടെ ഒരു പരിഗണന തരുന്നില്ല, പിന്നെ എന്നെ ഇവിടെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് നിന്റെ തോന്നലാണെന്നേ. നിന്നെ അല്ലാതെ ആരെയാ അവൻ പരിഗണിച്ചിട്ടുള്ളത്? നിന്നെ അല്ലാതെ ആരെയും അവൻ പരിഗണിച്ചിട്ടില്ല. നിന്നോടുള്ള സ്നേഹം അത് വേറെ ആർക്കും അവൻ കൊടുത്തിട്ടുമില്ല. അതെ, ഈ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അവന്റെ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. എന്നതാ കുട്ടിക്ക് നന്നായിട്ട് അറിയാവുന്നത്? ദേ, നിനക്ക് വേറൊരു കാര്യം അറിയണോ? ഒരു ദിവസം ഒരു 3-4 പെക്കെങ്കിലും അകത്താക്കണമായിരുന്നു ഞാൻ ഇവിടെ വരുമ്പം. എന്തുകൊണ്ടാ ഇപ്പം പെഗ് അകത്താക്കാത്തത്? അത് നിനക്കറിയാമോടിയേ? അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അത് എനിക്കറിയാം. എന്തുകൊണ്ടാ അകത്താക്കാത്തത്? പ്രായമായില്ലേ, ഇപ്പൊ ശരീരമൊക്കെ നോക്കണ്ടേ, അതുകൊണ്ട്. അതുകൊണ്ടൊന്നും അല്ല, എന്റെ ചിന്നമ്മേനെ ഓർത്തിട്ടാ ഞാൻ അകത്താക്കാത്തത്. എന്ത് മരിച്ചുപോയ ചിന്നമ്മേനെയോ? എന്റെ വല്യമ്മച്ചീനെയോ? നിന്റെ വല്യമ്മച്ചീനെ ഓർത്തിട്ടല്ല, ഈ ജീവനോടെ നിൽക്കുന്ന ചിന്നമ്മേനെ ഓർത്തിട്ട്. നിന്നോടെ സ്നേഹം ഉള്ളത് കൊണ്ടാ. അപ്പം ലാലിച്ചന് എന്നോട് അപ്പം ലാലിച്ചന് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ? ഷോ, ഇതിപ്പോ ഇങ്ങനെയായോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്കെല്ലാം ശരിയാക്കാം. നീ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്. ഉറക്കത്തിനിടയില് ഇതൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആകരുത്, അതൊന്നും ആലോചിച്ച് നിൽക്കരുത്. കിടന്നുറങ്ങിക്കോണം, കണ്ണു പൂട്ടി കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് കുട്ടി നമ്മുടെ അലീനയെ കിടത്തി ബെഡ്ഷീറ്റൊക്കെ പുതപ്പിച്ചു കൊടുത്തിട്ട് എല്ലാം ശരിയാകും മോളെ, കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അലീന ഇങ്ങനെ കിടക്കാണ്. എന്തോ അലീനയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ, എന്തോ ഒരവസ്ഥയാണ് അലീനയ്ക്ക് അവിടെ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെടുപുരയ്ക്കൽ വീടാണ് കേട്ടോ. അവിടെയും രാത്രിയാണ്, ഇവിടെയും രാത്രിയാണ്. ഏതായാലും നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ തന്നെയല്ലേ, അപ്പൊ പിന്നെ രാത്രി ആകാതിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ രാത്രിയില് നമ്മുടെ ബബിതേനെ ഉണ്ടല്ലോ, രോഹിത് ഫോൺ വിളിക്കാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എടി നീ ഒന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചോദിച്ചു, പിന്നെ നിനക്ക് എന്താ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ലേ? ഞാനിപ്പോ അങ്ങോട്ടേക്ക് കയറി വരണോ? സ്റ്റെയർ ഇറങ്ങി വരാൻ പറ്റത്തില്ലാഞ്ഞിട്ടാണെങ്കിലേ താഴെ വല്ല റൂം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എടി എനിക്കൊരു കുറച്ച് സീരിയസ് കാര്യം സംസാരിക്കാനുണ്ട്, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇപ്പം പറഞ്ഞു, സീരിയസ് മാറ്ററോ? അതെ, സീരിയസ് മാറ്ററ, നീ വന്നേ പറ്റത്തുള്ളൂ. എന്നാ ഞാൻ ഇപ്പൊ വരാം രോഹിതേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ ബബിത എന്ത് ചെയ്യുന്നു, മേളിലേക്ക് കയറിപ്പോയിട്ട് ബബിത ഡോറ് ചെന്ന് കൊട്ടിയപ്പോഴത്തേക്കും രോഹിത് വാതിൽ തുറന്നതും ബബിതനെ കേട്ടിട്ട് വാതിൽ ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. സീരിയസ് മാറ്റർ? ഇതെന്ത് സീരിയസ് മാറ്ററാ ഇപ്പം ഈ പാതിരാത്രി രോഹിതേട്ടന് എന്നോട് പറയാനുള്ളത്? അത് പിന്നെ നീ ഇന്ന് ചെയ്തത് മോശമായി പോയില്ലേ ബബിതെ? നമ്മളും അമ്മയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് പിന്നെ ഉള്ളത്? ഞാൻ അമ്മയോട് എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? നീ ഇന്ന് അമ്മയോട് എന്തൊക്കെ സംസാരിച്ചെന്നറിയാമോ? നമ്മൾ പുറത്തു പോയി വന്നതിന് ശേഷം നീ അമ്മേനെ രോക്ഷം കൊള്ളിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചു. പോരാഞ്ഞിട്ട് മിണ്ടാതെ നിന്ന് അച്ഛന്റെ വായിൽ കമ്പിട്ട് കിള്ളിച്ച് നീ അമ്മയ്ക്ക് വഴക്ക് മേടിച്ചു കൊടുത്തില്ലേ? അവര് തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടായില്ലേ? അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപോലെ ആയില്ലേ? അമ്മയല്ല, അച്ഛൻ പറഞ്ഞത് എന്താ? ദേ, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നീ ഒരു പ്രേതമാണ്, എന്റെ മനസ്സിൽ നീ ഇല്ല, നീ ഒരു പ്രേതമാണ്, ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രേതമാണെന്ന്. എത്രമാത്രം വിഷമം ഉണ്ടായി കാണും അമ്മയ്ക്ക്, നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ, അതാണോ ഇപ്പം രോഹിതേട്ട വലിയ പ്രശ്നം? പിന്നെ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത് എങ്ങനെയാ? സത്യം പറയാലോ, ഞാൻ മനഃപൂർവ്വം അച്ഛന്റെ വായിൽ നിന്ന് 2 കേൾപ്പിക്കണം എന്ന് ഓർത്തിട്ട് തന്നെയാണ് അത് ഞാൻ അച്ഛനോട് പറഞ്ഞ് കേൾപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ, ഇതാ ഞാൻ പറയുന്നത്. ഞാനും നീയും അമ്മയും തമ്മിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? അലീന ചേച്ചി എന്താടി നിന്നോട് പറഞ്ഞിരിക്കുന്നത്? എല്ലാം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോ വയ്യാവേലികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകരുത്. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കണം എന്നല്ലേ? നമ്മളിപ്പം നോക്കേണ്ടത് എന്താ? അച്ഛനെ അമ്മേനെ ഒന്നിപ്പിച്ച്
അടുപ്പിക്കാനല്ലേ? അതിനിടയിൽ എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ എടുത്തിടുന്നത്? നമ്മളും പ്രശ്നം വഷളാക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത, മോശമായി പോയോ രോഹിത്തേട്ടാ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞത് വളരെയധികം മോശമായി പോയി. അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞും പോയി. മോശമായി പോയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ? ഞാനും അമ്മയും തമ്മിൽ എന്ത് വ്യത്യാസം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഏതായാലും ഞാൻ ഇനി സൂക്ഷിച്ചോളാം രോഹിത്തേട്ടാ. ഇനി ഞാൻ വയ്യാവേലിക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകുന്നില്ല. ഞാൻ ഏതായാലും പോയി കിടക്കാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട്, അതെ പിന്നെ രോഹിത്തേട്ടാ എന്ന് പറഞ്ഞു. എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് എന്താടി? ഒന്നുമില്ല, ഞാൻ പോയേക്കാം. ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്തോ ഉണ്ടല്ലോ, നീ എന്തോ പറയാൻ വന്നല്ലോ? അത് പിന്നെ രോഹിത്തേട്ടാ, അമ്മയും അച്ഛനും രണ്ടായിട്ട് രണ്ട് റൂമിൽ കിടക്കുന്നത് കൊണ്ടാണല്ലോ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവർ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രശ്നം ഇത്ര രൂക്ഷമാവത്തില്ലായിരുന്നു. അവരവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞവർ ആ ഒരു റൂമിൽ ഒതുക്കി തീർത്തേനെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? എനിക്ക് തോന്നുന്നത് അച്ഛൻ എന്തെങ്കിലും പ്രശ്നം നമ്മൾ അറിയാത്തത് കാണുമായിരിക്കാം. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ചിലപ്പം കാണും. നിനക്കറിയാലോ അമ്മയുടെ സ്വഭാവം. ഒരുമാതിരി അച്ഛനെ കുറെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പോലെ ആയിരുന്നല്ലോ. അച്ഛൻ പറയുന്നത് എന്തിനും തർക്കുത്തരം പറയുക, അച്ഛൻ പറയുന്നത് അനുസരിക്കാതിരിക്കുക, അച്ഛനെ ഒരു പട്ടിക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും കൊടുക്കാത്ത രീതിയിലാണല്ലോ ഇവിടെ അച്ഛനെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അച്ഛനോട് ചോദിക്കാതെയും പറയാതെയും എങ്ങോട്ടേലും ഒക്കെ പോവുക. ഒരു പരിധി കൂടുതലാവുമ്പോഴത്തേക്കുവേ അത് അച്ഛന് സഹിച്ചെന്ന് വരത്തില്ല. അത് ചിലപ്പോൾ അച്ഛൻ ഉൾക്കൊള്ളാൻ പറ്റി കാണത്തില്ല. ചിലപ്പം അതൊക്കെ ആയിരിക്കാം. ആർക്കറിയാം അവർക്കിടയിലെ പ്രശ്നം എന്താണെന്ന്. ഏതായാലും എന്തെങ്കിലും ശരിയാകുമായിരിക്കാം എന്ന് നമുക്ക് ഓർക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യുക, ദേഷ്യം വന്നാലും ഇനി ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാൽ പിന്നെ ശരി രോഹിതേട്ടാ ഞാൻ പോവുകയാണേന്ന് പറഞ്ഞു. അങ്ങനെ പൊക്കോളാൻ പറഞ്ഞിട്ട് ഡോറ് തുറന്നിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബബിത ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കുമായിരുന്നു, രാത്രിയാണല്ലോ. അപ്പം പതുക്കെ താഴേക്ക് ഇറങ്ങി പോയി. താഴേക്ക് ഇറങ്ങി വിഷമത്തോടു കൂടിയാ പോകുന്നത്. നമ്മുടെ ബബിത ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, വൈജിയോട് പറയണ്ടായിരുന്നു. അച്ഛന്റെ വായിൽ നിന്നും അമ്മ കേട്ടല്ലോ, ബുദ്ധിമുട്ടായി കാണും അമ്മയ്ക്ക്. എന്ത് ചെയ്യും, മോശമായി പോയി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ച് ഇറങ്ങി പോകുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ലൈറ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ വൈജി ആ മുമ്പിൽ പാത്തും പതുങ്ങി അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, നീ എവിടെ പോയതാടി പാതിരാത്രിക്ക് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ എവിടെ പോകാനാ, ഞാനേ രോഹിത്തേട്ടന്റെ റൂമിൽ പോയി. ഈ പാതിരാത്രിക്ക് രോഹിത്തിന്റെ റൂമിൽ നിനക്ക് എന്താടി കാര്യം? അതെ, ഞാനേ കുറച്ച് ഉണക്കമത്തി ഇല്ലേ, ഉണക്കമത്തി കുറച്ച് വറുത്തതുണ്ടായിരുന്നു, കുറച്ച് പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് കൊണ്ട് കൊടുക്കാൻ പോയതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ എന്താടി ധിക്കാരം സംസാരിക്കുന്നോ? ഈ രാത്രി ഒളിച്ചും പാത്തും അവന്റെ റൂമിൽ പോകാൻ എന്താടി നിനക്ക് കാര്യം? ഞങ്ങൾക്ക് പലതും പറയാൻ കാണും, പല കാര്യങ്ങളും കാണും. അതിപ്പോ അമ്മയോട് പറയേണ്ട ആവശ്യമുണ്ടോ? ദേ ഇങ്ങനെ പാത്തും പതുങ്ങിയും സ്വന്തം ആങ്ങളെയാണെങ്കിലും ആ റൂമിലേക്ക് പോകുന്നതേ അത്രയ്ക്ക് ശരിയായ നടപടിയൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയ്ക്ക് എല്ലാവർക്കാണെങ്കിലും ദേഷ്യവും രോക്ഷവും വരത്തില്ലേ. ബബിത അത്രയും നേരം പറഞ്ഞു പോയല്ലോ അമ്മയോട് എന്ന് ഓർത്ത്, അത് തെറ്റായി പോയല്ലോ എന്ന് ഓർത്ത് ഇറങ്ങി വന്ന ബബിതയ്ക്ക് ഇതുകൂടെ കേട്ടപ്പോ ചൊറിഞ്ഞു വന്നിട്ട് ബബിത പറഞ്ഞു, അമ്മതേ എന്ത് വർത്താനോ ഈ പറയുന്നത്? അമ്മയുടെ വീട്ടില് അമ്മയുടെ ആങ്ങളമാരുടെ അടുത്ത് പോകാനായിട്ട് അമ്മ പേടിക്കുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ എന്റെ ആങ്ങളുടെ അടുത്ത് പോകാനായിട്ട് പേടിക്കേണ്ട ഓരോ ആവശ്യമില്ലെന്ന് വെച്ചാൽ എന്താണ് നീ പറയുന്നത്? എന്താ ഞാനിപ്പോ പറഞ്ഞതാണോ കൂടിപ്പോയത്? അമ്മ പറഞ്ഞതല്ലേ തെറ്റ്? നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? സ്വന്തം ആങ്ങളെയും പെങ്ങളെയും കൂടെ കൂട്ടി വെക്കുന്ന രീതിയിലുള്ള വർത്താനം പറയുന്നു. നാണമില്ലാത്തൊരു സ്ത്രീയെ, നിങ്ങൾക്ക് ഒട്ടും നാണമില്ല. വെറുതെ അല്ല അച്ഛൻ നിങ്ങളെ അടുപ്പിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട്, എന്തോ ആങ്ങളമാരുടെ കയ്യിൽ നിന്ന് വലുത് എവിടെന്നോ കിട്ടിയിട്ടുണ്ട്, അതായിരിക്കും ഇപ്പൊ ഇങ്ങനെയെന്ന് പറഞ്ഞ് പുറപുറത്തു കേട്ടോ. അതായത് വായിച്ച കേൾക്കാത്ത രീതിയിൽ. അപ്പോഴത്തേക്കും വൈദ്യ ചോദിച്ചു, എന്താ രീതി പുറപുറത്തോട്ട് പോകുന്നത്? ഞാൻ പുറപുറത്തൊന്നും അല്ല, ഞാൻ പറഞ്ഞതാ, അത് ആദ്യം കേൾക്കണമായിരുന്നു, രണ്ടാമത് ഒന്നുകൂടെ പറയാനേ എനിക്കിപ്പോ മനസ്സിരുന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബബിത അങ്ങ് അകത്തേക്ക് കയറി പോയിട്ടോ. ബബിതയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ബബിത എന്ത് ചെയ്യാനാ? ബബിതയ്ക്ക് സത്യം പറഞ്ഞ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ, നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചൊറിഞ്ഞു കയറി വരുന്ന ഒരു അവസ്ഥയിൽ ബബിത അങ്ങനെ റൂമിൽ ചെന്നിട്ട് അലീനെ ഫോൺ വിളിച്ചാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ അലീന ഉറങ്ങിയോന്നും അറിയത്തില്ല, അലീന തിരക്കാണോന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. എന്തായാലും പറ്റിയ സമയത്ത് നമ്മുടെ അലീനെ വിളിച്ചത്. അലീന നമ്മുടെ ബബിതേനെ വിളിച്ചു. പെട്ടെന്ന് ഫോൺ ചാടി എടുത്തു. എന്നിട്ട് ഹലോ അലീന ചേച്ചി എന്ന് വിളിച്ചപ്പോ, നീ എന്താ ഫോണിന്റെ അരികിൽ തന്നെ ഇരിക്കായിരുന്നോ? അത് പിന്നെ ഞാൻ അലീന ചേച്ചിനെ വിളിക്കാനിരിക്കായിരുന്നു അലീന ചേച്ചി. ഞാൻ പിന്നെ ഓർത്തു അലീന ചേച്ചിന്റെ പണി കഴിഞ്ഞ് കാണുമോ, ഉറങ്ങി കാണുമോ എന്നൊക്കെ ഓർത്തിട്ടാ. അല്ല അലീന ചേച്ചിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ജോലിയൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉണ്ടെന്നും ഇല്ലെന്നൊക്കെ പറയാം. ചിലപ്പം ജോലിയെ കാണത്തില്ല മോളെ. ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കും, ചുമ്മാ ബോറൊക്കെ അടിക്കാറുണ്ടെന്ന് ഇപ്പൊ. എന്നാ പിന്നെ ബോറടിക്കാതിരിക്കാൻ ഒരു കാര്യം പറയട്ടെ, ചേച്ചി രാവിലെ അതിലേ കൂടെ നടന്ന് കുറേ ഉരുളങ്കല്ല് പിറക്കിയെടുക്കണം. എന്നിട്ട് ചേച്ചിയുടെ റൂമിൽ കൊണ്ടുപോയിട്ട് അത് ഒരെണ്ണം താഴെ ഇടണം, അതെടുക്കണം, പിന്നെ ബാസ്ക്കറ്റിൽ വെക്കണം, ഒരെണ്ണം വീണ്ടും താഴെ ഇടണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിലപ്പം സമയം പൊക്കോളും എന്നിങ്ങനെ പറഞ്ഞപ്പോ
ഓ തമാശിച്ചതാണല്ലേ എന്ന് ചോദിച്ചു. തമാശ തമാശ പറയാൻ പറ്റിയ മൂഡിലൊന്നും അല്ല അലീന ചേച്ചി ഞാന്. അതെ, ഞാൻ അമ്മയുമായിട്ട് ചെറിയ രീതിയിൽ ഇന്ന് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞു. വഴക്കോ? എന്തിന്? ആ അത് പിന്നെ ഒന്നും പറയാതിരിക്കുന്നത് അലീന ചേച്ചി ഭേദം. നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, അതെടുക്കാൻ പറ്റത്തില്ല, ഇതെടുക്കാൻ പറ്റത്തില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥ. എന്റെ പൊന്ന് അലീന ചേച്ചി, സത്യം പറയല്ലോ, ഞാൻ മടുത്തു. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാന്ന് തോന്നുന്നുണ്ട്. എന്താ മോളെ പ്രശ്നം? എന്തിനാ വഴക്കുണ്ടാക്കിയത്? ഇവിടെ ഒരു വേലക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ പരിഷ്കാരങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിൽ ഞാനും അച്ഛനും എല്ലാവരും കൂടെ ചെറിയ സന്തോഷത്തിന് വേണ്ടി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി. തിരിച്ചു കയറി വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ഗുണുഗുണുഗുണുഗുണാന്ന് സംസാരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറയാലോ, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, അച്ഛന്റെ വായിൽ എന്താ കമ്പാണ്? അച്ഛന് മറുപടി കൊടുക്കത്തില്ലെന്ന്. അച്ഛനും ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു. അമ്മ പ്രേതമാണെന്നോ, ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതം മാത്രമാണെന്നോ, ഭാര്യയായിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ നമ്മുടെ അലീന് പറഞ്ഞു, അയ്യോ അത് മോശമായി പോയല്ലോ മോളെ, അത് നീ പറയിപ്പിക്കണ്ടായിരുന്നു. അത് മോശമായി പോയി, ഞാൻ പറയിപ്പിക്കണ്ടായിരുന്നു, അതൊക്കെ ശരിയാ. അതൊക്കെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രോഹിതേട്ടനും എന്നോട് പറഞ്ഞത് മോശമായി പോയിന്ന്. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് ഞാൻ ഇറങ്ങി വന്ന. രോഹിതേട്ടൻ എന്നെ റൂമിലേക്ക് വിളിച്ചേ ഈ കാര്യം പറയാനായിട്ട്. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും പാത്തും പതുങ്ങി അവിടെ അമ്മ നിൽക്കുക. അമ്മ എന്നിട്ട് എന്നോടൊരു ചോദ്യം, ഈ പാതിരാത്രി രോഹിത്തിന്റെ റൂമിൽ എന്തിനു പോയതായിരുന്നു? അതിന്റെ ആവശ്യം എന്താണ്? ആങ്ങളെയും പെങ്ങളും ആണെങ്കിലും ഇതൊന്നും പാടില്ലെന്ന്. ഇത് കേൾക്കുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് വല്ലാണ്ടങ്ങ് തരിച്ച് കയറി വന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അലീന ചേച്ചി. സത്യം പറയാലോ, ഞാൻ മടുത്തു. ഈ വീട്ടിൽ എന്റെ ജീവിതം അവസാനിപ്പിച്ചാലെന്നാ ഞാൻ ചിന്തിക്കുന്നത്. അലീന ചേച്ചി കൊളുത്തപ്പുഴയിൽ എവിടെ അലീന ചേച്ചി? അഡ്രസ് ഇട്ടതാ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. സത്യം പറയാലോ, ഈ വീട്ടിലെ ജീവിതമേ വെറുത്ത് പോവുകയെന്ന് പറഞ്ഞപ്പോ, ഇവിടുത്തെ അഡ്രസ്സ് നിന്റെ അച്ഛന് നന്നായിട്ട് അറിയാലോ, അച്ഛനോട് ചോദിക്കുക, എന്നിട്ട് മോൾ ഇങ്ങോട്ടേക്ക് പോരെ. അച്ഛൻ പറഞ്ഞു തരത്തില്ലല്ലോ, അതാണല്ലോ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. സത്യം അലീന ചേച്ചി, എനിക്ക് വിഷമാവുക, സങ്കടമാവുക, ഉറങ്ങാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ. ആരോട് ഇതൊക്കെ പറയും? ഒന്നും അറിയാൻ പറ്റണില്ല. പാവം അച്ഛൻ, അച്ഛന്റെ അവസ്ഥ, ഞങ്ങളുടെ അവസ്ഥ, എല്ലാവരുടെയും അവസ്ഥ. ഇവർക്ക് എന്താ പറ്റിയത്? ഇവർക്കിടയിൽ എന്താ പ്രശ്നം? ഇതൊന്നും അറിയാതെ ഞങ്ങൾ മക്കൾ ഇവിടെ കിടന്ന് നട്ടം തിരിയാന്ന് പറഞ്ഞപ്പോ, മോളെ നിന്റെ പ്രശ്നം ഇപ്പൊ എന്താ? അമ്മ ഇങ്ങനെ സംസാരിച്ചതൊക്കെ അല്ലേ? അതെ, അത് വലിയ പ്രശ്നം തന്നെയാ. ഒന്ന് ഓർത്ത് നോക്കിയേ, രോഹിതേട്ടൻ ഇത് കേൾക്കുമായിരുന്നെങ്കിൽ. ഒന്നാമത് രോഹിതേട്ടൻ ഒരു ട്രോമ സ്റ്റേജ് കഴിഞ്ഞ് വന്നിട്ടിരിക്കുക. അതും അറിയാലോ അതെന്താണെന്ന്. അതും ഇതും താരതമ്യം ചെയ്തിട്ട് ആ ഒരു കണ്ണിലാണ് ഇപ്പോഴും അമ്മ രോഹിതേട്ടനെ കാണുന്നത്. പെങ്ങളെ വെച്ച് പോലും സംശയിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ രോഹിതേട്ടന് തോന്നിപ്പോവില്ലേ? ഭാഗ്യത്തിന് രോഹിതേട്ടൻ ഇത് കേട്ടില്ല. രോഹിതേട്ടന്റെ ചെവിയിൽ എത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് അതൊക്കെ ഓർത്തിട്ടാ കൂടുതലും സങ്കടം വരണത്. അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്ന് പറഞ്ഞപ്പം, മോളെ നീ ഇപ്പൊ ആ വിഷയം അങ്ങ് വിട്. അമ്മ നിങ്ങളെ ജയിക്കാൻ വേണ്ടി ഇതല്ല ഇതിനപ്പുറവും പറയും. അമ്മ അവിടുത്തെ നിലനിൽപ്പിനും ജയിക്കാനും അമ്മയുടെ വാശി കാണിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കണതാണ്. അത് വേറൊന്നും കൊണ്ടുമല്ല. അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ പറയുന്നത്, നീ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മാത്രം മതി. നീ ഒരു കാര്യം ചെയ്യുക, നീ കിടക്ക, ഞാനും നിന്റെ കൂടെ ഇന്ന് കിടക്കാം, നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാം, നീ ഫോൺ കട്ട് ചെയ്യണ്ട, നീ കിടക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത എന്ത് ചെയ്തു? ഫോൺ അവിടെ വെച്ചിട്ട് കിടന്നു കേട്ടോ. നീ ഉറങ്ങുന്നത് വരെ ഞാൻ ഇവിടെ കാണും, നീ ഉറങ്ങിക്കോ, സമാധാനമായിട്ട് ഉറങ്ങിക്കോ, അലീന ചേച്ചി കൂടെയുണ്ട്, അലീന ചേച്ചി നിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അത് ഓർത്ത് നീ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പാവം നമ്മുടെ ബബിത ആ ഒരു ഇതിൽ അങ്ങ് കിടക്കാണ് കേട്ടോ. അലീനയ്ക്കും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ഉണ്ട്, എന്ത് ചെയ്യാനാണ്. അങ്ങനെ അലീനയും ഉറക്കി നമ്മുടെ ബബിതയും ഉറക്കി നമ്മുടെ അലീനയും ഉറങ്ങുകയാണ് കേട്ടോ. ആ ഒരു സങ്കടത്തോടു കൂടി തന്നെ കിടന്നിങ്ങനെ ഉറങ്ങുന്നു. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ അടിപൊളി വിശേഷമാണ്, മിസ് ചെയ്ത് കളയരുത്. ഇന്ന് ഇച്ചിരി ഓവറായിട്ട് ഞാൻ ലെങ്തി ആയിട്ട് പറഞ്ഞിട്ടില്ല, കുറച്ച് നേരത്തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഡയലോഗ്സ് ഒക്കെ ഒഴിവാക്കി ചുരുക്കി ഒരു 10-14 മിനിറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ ഇന്നും അപ്കമിങ് വിശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു തമിഴ്ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പോയിട്ട് നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വേറെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ ഉള്ള വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഷെയറും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.